ഹല്ലേലൂയ. നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അനുഗ്രഹമേറിയ മൊഴികൾ കേൾക്കുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിശോധന അത് ഹല്ലേലൂയ വിലയേറിയതാണ്. ഹല്ലേലൂയ. ദൈവദാസനോട് അത് കേട്ടപ്പോൾ വളരെ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അത് വിജയം വരെ നാം കാത്തിരിക്കണം. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. മോശ ഹല്ലേലൂയ കർത്താവിനോട് ഹല്ലേലൂയ തമ്പുരാനോട് മുഖാമുഖമായി സംസാരിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ മുഖം കാണുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. അവിടെ താൻ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ നീ എന്നെ അടുത്തറിഞ്ഞ ഒരു ദൈവം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഹല്ലേലൂയ തന്റെ തേജസ് എന്നെ കാണിക്കണമെന്ന് ഹല്ലേലൂയ മോശ പറയുന്ന ഒരു ഭാഗം അവിടെ വായിച്ചാണ്. ഹല്ലേലൂയ. മോശ എന്ത് പറഞ്ഞു അതൊക്കെ കർത്താവ് ഹല്ലേലൂയ ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഖം കാണുവാൻ ഹല്ലേലൂയ മോശയ്ക്ക് അനുവാദമില്ല. ഹല്ലേലൂയ. എന്നാൽ ആ തേജസ് എങ്ങനെ കാണിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കരം കൊണ്ട് നിന്റെ മുഖം ഞാൻ മറയ്ക്കും. ഹല്ലേലൂയ. ആ കടന്നുപോയി തീരുമ്പോഴേക്കും നീ ഹല്ലേലൂയ ഞാൻ എൻ്റെ കൈ അവിടെ നിന്ന് എടുക്കും. അപ്പോൾ നീ എൻ്റെ പുറകുവശം കാണും. ഹല്ലേലൂയ. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യമായിരുന്നാലും ഹല്ലേലൂയ അത് സാധിപ്പിച്ചു കൊടുക്കുവാൻ നമ്മുടെ ദൈവം തയ്യാറാണ്. ഹല്ലേലൂയ. മോശയുടെ ആഗ്രഹമായിരുന്നു ദൈവത്തെ ഒന്ന് കാണണം. ഹല്ലേലൂയ. അത് കാണിപ്പിച്ചു. ആ തേജസ് കാണുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ തേജസ് നമ്മുടെ ഇടയിലൂടെ വരും. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ അത് തേജസ് കാണണം. നാം വിശ്വാസത്തോടെ കണ്ണുകളെ അടച്ചിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ തേജസ് നമ്മുടെ അടുത്തൂടെ കടന്നു പോകും. ഹല്ലേലൂയ. വളരെ ആത്മാർത്ഥതയോടെ നമുക്കിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ നമുക്ക് പാടാം. ഹല്ലേലൂയ. പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഓ സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണ് പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ, മണ്ണ് പ്രതിമാണിക്കം വെടി. സുന്ദരന മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണ് പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണ് പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ. ഓ പ്രേമമെന്നിൽ വാർത്തിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. പ്രേമമെന്നിൽ വാർത്തിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണ് പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണ് പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നൊരാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നൊരാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. ഓ സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണ് പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ, ഓ ഈ മണ്ണ് പ്രതിമാണിക്കം വെടി.
സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ആമേൻ വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ ഓ വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്റെ ഓ സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഓ സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ ഹല്ലേലൂയ സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം യെസ് ലോർഡ് മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഓ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ പ്രത്യാശയുള്ളവർ ഇന്ന് പകൽ ചേർന്ന് പാടിക്കേ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ഓ സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഓ സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ ഹല്ലേലൂയ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഓ ഈ മണ്ണെ പ്രതി മാണിക്യം ഓ എന്തെല്ലാം വന്നാലും ഞങ്ങൾ അങ്ങേ പിരിയുവാനിടയാകല്ലേ ആമേൻ ഹല്ലേലൂയ അങ്ങയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിക്കട്ടെ worship you, Lord. Hallelujah. ഇന്ന് പകലിൽ ഹല്ലേലൂയ കർത്താവിന്റെ സ്നേഹം ഹൃദയത്തിൽ നിറയുന്നവർ ആമേൻ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ ആമേൻ എന്തെല്ലാം വന്നാലും കഷ്ടതകൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും തീച്ചൂളകൾ വന്നാലും പരിഹാസങ്ങൾ വന്നാലും ആമേൻ ഞാൻ അങ്ങേ വിട്ടു പോവുകയില്ല. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞ ഒരു യാത്ര എനിക്കില്ല. ആമേൻ ഇന്ന് പകൽ ആ സ്നേഹം നിറയുന്നവർ ആ സ്നേഹം ഹൃദയത്തിൽ നിറയുന്നവർ കരങ്ങളെ ഉയർത്തി ഇന്ന് പകലിൽ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. Thank you Jesus. Hallelujah. Hallelujah. കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ ആമേൻ സ്തോത്രം. Hallelujah. ഓ യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിൽ
എന്റെ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. എന്റെ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുങ്കിൻ കാടൽ തീരത്ത് യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ. ശുദ്ധ പാളുങ്കിൻ കാടൽ തീരത്ത് യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. എന്റെ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. 9-ാമത്തെ സങ്കീർത്തനം 9-ാമത്തെ വാക്യം, യഹോവ പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാൻ എത്ര പേർക്ക് കഴിയും? പറയുവാൻ കഴിയുമോ? എന്റെ കഷ്ടകാലത്ത് എനിക്ക് അഭയമായിരുന്ന ഒരു നല്ല കർത്താവുണ്ട്. അമേൻ, സ്തോത്രം. അമേൻ. എന്റെ കഷ്ടകാലത്തിന്റെ പ്രതികൂലങ്ങൾ വന്നപ്പോൾ, ശത്രുവിനെ ആക്രമിക്കാൻ വന്നപ്പോൾ, അമേൻ, അവന്റെ മറവിടത്തിൽ എന്നെ മറച്ച ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് പകൽ ധൈര്യത്തോടെ പറയാമോ? യഹോവ എന്റെ ജീവന്റെ ബലമാണ്, യഹോവ എന്റെ വെളിച്ചമാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ആരെല്ലാം എനിക്കെതിരെ വന്നാലും, എന്റെ ശത്രുക്കൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ അവരിടറി വീഴും. ഇന്ന് പകൽ വിശ്വസിക്കുക. ആമേൻ, ആമേൻ. നമ്മെ കൈവിടാത്ത, നമുക്ക് അഭയസ്ഥാനമായി നിൽക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആമേൻ. അതുകൊണ്ട് 1-ാമത്തെ വാക്യത്തിൽ അതാ പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആരാധിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ യഹോവയെ സ്തുതിക്കും. ആമേൻ, ഹല്ലേലൂയ. നന്മകൾ ലഭിക്കുമ്പോൾ മാത്രമല്ല, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ എല്ലായ്പ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ, ഏത് സമയത്തും പൂർണ്ണ ഹൃദയത്തോടെ. ഇന്ന് പകൽ അതൊരു തീരുമാനമായി. ആമേൻ, ആമേൻ. തീരുമാനമായി കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പറയുമ്പോൾ സമർപ്പണത്തോടെ പറയാമോ? എന്റെ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം. ഇങ്ങനെന്ന് പറയാമോ? ഓ ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂല. തീരുമാനമുള്ള 2 കരങ്ങളും ഉയർത്തി എന്ന് പറഞ്ഞ് യാത്ര ചെയ്യൂ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ഓ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. എന്റെ ജീവൻ അന്ത്യശ്വാസം വരെയോ. എന്റെ ജീവൻ വച്ചിടും രക്ഷ. എന്റെ യേശുവിനായി എന്റെ ജീവൻ അന്ത്യശ്വാസം വരെയോ. ഈ ലോകത്തിൽ എന്നെ എന്തെല്ലാം വിട്ടുപോയാലും
ഞാൻ എൻ്റെ കർത്താവിനെ പിൻഗമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ എൻ്റെ യേശുവിനായി. ഇന്ന് പകൽ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്ലീസ് ബി സീറ്റഡ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞെരുക്കത്തിന്റെ അപ്പം തിന്നാലും, കഷ്ടത്തിന്റെ ആമേൻ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും, എല്ലാം പ്രതികൂലമായാലും ഇന്ന് പകലിൽ വിശ്വസിക്കുക, കർത്താവ് നമ്മെ കൈവിടുകയില്ല. ആമേൻ. കർത്താവ് നമ്മെ ഉപേക്ഷിച്ച് കളയുകയില്ല. യഹോവ വാഴുന്നു. ഇന്ന് പകൽ അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എൻ്റെ യഹോവയെ സ്തുതിക്കും. ആമേൻ. ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു നല്ല കർത്താവ് നമുക്കുള്ളത് കൊണ്ട്, അവന്റെ മറവിടത്തിൽ എന്നെ മറയ്ക്കുന്നത് കൊണ്ട്, കഷ്ടകാലത്തിൽ അവൻ എനിക്ക് ഹല്ലേലൂയ അഭയ കേന്ദ്രമാകുന്നത് കൊണ്ട് ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അസൈൻ ചെയ്തിരിക്കുന്ന 2 പേര് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കണം. ആമേൻ. ഞാൻ വിഷയങ്ങൾ വേഗത്തിൽ പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. പ്രത്യേകാൽ ആമേൻ. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും